ശ്രോതാക്കൾ, ഇതുവരെ പല ചർച്ചകളും കേട്ടു. സത്യത്തിന് പിന്നിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യമാമ യുദ്ധത്തിന് ഇൻഷാ അല്ലാഹ് അത് തുടർച്ച എന്നൊക്കെ എഴുതി കാണുന്നുണ്ട്. തുടർച്ചയായിട്ട് പറയാനൊന്നും ആ ചരിത്രം ഇല്ല. ഇന്ന് അല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് അത് തീരും. അതുകൊണ്ട് ഇന്നവിടെ നിർത്തിയെന്ന് നാളെ ചോദിക്കുമെന്ന് ആരും പേടിച്ച് വരാതിരിക്കണ്ട. ഇത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തീരുന്നതാണ്. ഈ ചരിത്രം മഹാനായിരിക്കുന്ന പ്രവാചകന് വ്യാജനായിക്കൊണ്ട് ഞാനും പ്രവാചകനാണ് എന്ന് വാദിച്ച് രംഗത്ത് വന്ന മുസൈലമത്തുൽ കദ്ദാബ്, അവനുമായിക്കൊണ്ടുള്ള ഒരു യുദ്ധം, ഇതാണ് യമാമ യുദ്ധം. യമാമ എന്ന് പറയുന്ന സ്ഥലം റിയാദില്, ഇന്നിപ്പോ അതിന്റെ പേരെന്താണെന്നറിയില്ല. മഹാനായിരിക്കുന്ന പ്രവാചകന്റെ കാലത്ത് തന്നെ ഞാനും പ്രവാചകനാണ്, ഞാൻ യമാമയിലെ പ്രവാചകൻ, മുഹമ്മദ് മദീനയിലെ പ്രവാചകൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വാദിച്ച് തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് താൽപര്യമുള്ള ചില വിഷയങ്ങളിലെല്ലാം ഇളവ് നൽകിയിട്ട് പ്രവാചകനായിക്കൊണ്ട് രംഗത്ത് വന്ന മുസൈലിമ, അദ്ദേഹമായിക്കൊണ്ടുള്ള ഏറ്റുമുട്ടൽ ഇൻഷാ അല്ലാഹ് ഇത് നമ്മുടെ TH ദാരിമി എഴുതിയ ഒരു പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മളെ ഓമാനൂർ KM കുട്ടി ഓമാനൂരാണ് ഇതിന്റെ പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് തുടക്കം മുതൽ വേണ്ടതുപോലെ പറയുവാനും കേൾക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. തങ്കക്കാതിരുളി ഒളിലെങ്കി പാരാകെ തൂവെള്ളിച്ചം തൂകി ഉലകിൽ റഹ്മത്തായ മുത്ത് മക്കമണൽ കാട്ടിൽ അജബോടാണവായി ജഹിലിന്റെ മറനീക്കി കരളിന്റെ കറമാറ്റി തസ്കിയത്തുണ്ടാക്കി വീറോടെ വാളെടുത്തഞ്ഞോനും പടപൊരുതും മറുത്തേരെ കൽബുകളൊന്നാക്കി ജഹിലിന്റെ മറനീക്കി കരളിന്റെ കറമാറ്റി തസ്കിയത്തുണ്ടാക്കി വീറോടെ വാളെടുത്തഞ്ഞോനും പടപൊരുതും മറുത്തേരെ കൽബുകളൊന്നാക്കി കള്ളും കലഹവും കാമിനിയുമെന്ന കലികാല കഥ മാറിയേകേനം അഹദിന്റെ ഹബിലൊത്ത് പീഡിച്ചവർ ഹൃദയങ്ങൾ കൈമാറി അൻസാർ മുഹാജിറിനായി സകലവും പകുത്തോരാതൂപത്തിൽ ചാരുത ചരിതത്തിൻ കസവായി തേനൂറുമുതലായി ചിരകാല കുളിരായി 23 ഇതിഹാസങ്ങൾ കൊണ്ട് ഇമവെട്ടാതുഷിരായി ചൈതന്യ മേഘിയ നൂറിന്റെ ഒളി മങ്ങിപ്പോയപ്പോൾ ഈണത്തിൻ ഗുണം പോയി. മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു മക്കയിൽ വന്നതിനെ പറ്റിയാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇവിടെ മഹാനായിരിക്കുന്ന പ്രവാചകൻ മക്കയിൽ വരുമ്പോഴുള്ള അവസ്ഥ പ്രത്യേകമായി കൊണ്ട് നാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതും പറയുന്നതും ധാരാളമായിക്കൊണ്ട് കേട്ടതും ആണ്. ഏതായാലും ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനും എന്നും പെണ്ണ് എന്ന് പറഞ്ഞാൽ അത് ഭോഗിക്കാൻ ഉള്ളതാണ് എന്നും കള്ള് അത് കുടിക്കാനുള്ളതാണ്, അതായത് കള്ള് പെണ്ണ് യുദ്ധം നമ്മൾ പറയുന്നത് പോലെ 3 W
അല്ലെ? വാട്ടർ, വുമൺ, വാർ, ഈ മൂന്നും ഉപയോഗിച്ചുകൊണ്ട് അഥവാ കള്ളു കുടിച്ച് പൂശാവുകയും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മൃഗം തന്റെ കൃഷി കടിച്ചു തിന്നതിന്റെ കാരണത്താൽ 40ഓളം കൊല്ലം യുദ്ധം ചെയ്ത വിഭാഗം, ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിലേക്കാണ് മഹാനായിരിക്കുന്ന പ്രവാചകൻ ഈ ഉദയം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ആളുകളെ ഹിദായത്തിന്റെ വഴിയിലേക്ക് ജഹിലിന്റെ മറ നീക്കി കരളിന്റെ കറ മാറ്റി തെസുക്കിയത്തുണ്ടാക്കി. അങ്ങനെയുള്ള ആളുകളുടെ ആ അന്ധതയെല്ലാം മാറ്റിയിട്ട് അവരുടെ ഹൃദയങ്ങളിലെല്ലാം തന്നെ സ്നേഹത്തിന്റെ ആ മാധുര്യം നിറച്ചുകൊണ്ട് അവരെ മുഴുവനും വളരെയധികം അന്തസ്സായ രൂപത്തിൽ തെസുക്കിയത്തുണ്ടാക്കിയിട്ട് വളരെയധികം മാറ്റിയെടുക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുത്തിരുന്ന ആളുകളെ ആ ചിന്തകളിൽ നിന്നെല്ലാം മാറിയിട്ട് കള്ള് ഘട്ടം ഘട്ടമായിക്കൊണ്ടാണ് നിരോധിച്ചത്. 3 ഘട്ടമായിക്കൊണ്ടാണ് കള്ള് നിരോധിക്കുന്നത്. അത്രമാത്രം കള്ളിന് അടിമപ്പെട്ടിരുന്ന ഒരു വിഭാഗം ആയിരുന്നു ആ കാലഘട്ടത്തിൽ. കള്ളില്ലാത്തൊരു ജീവിതം അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. പെണ്ണില്ലാത്തൊരു ജീവിതം അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. യുദ്ധമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം അവർക്ക് ഓർക്കാൻ പോലും കഴിയില്ല. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു വിഭാഗം ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഹാജിറുകളായിരിക്കുന്ന ആളുകൾ മദീനയിലേക്ക് ചെന്നതായിരിക്കുന്ന സമയത്ത് അവരുടെ സ്വത്തുക്കൾ മുഴുവനും പകുത്തുകൊണ്ട് പകുതിയാക്കിക്കൊണ്ട് തന്റെ സഹോദരനായിരിക്കുന്ന മുഹാജിറിന് വരെ കൊടുക്കുവാനും തന്റെ ഭാര്യമാരിൽ നിന്ന് 2 ഭാര്യമാരുള്ള ഒരാള് ആ ഭാര്യയിൽ നിന്ന് ഒരാളെ തൊറാക്കി ചൊല്ലിയിട്ട് മറ്റ് സഹോദരന് വിവാഹം ചെയ്തു കൊടുക്കാൻ വരെ തയ്യാറായെങ്കിൽ ഈ രൂപത്തിലേക്ക് മനുഷ്യനെ മാറ്റിയെടുത്തത് കേവലം 23 കൊല്ലങ്ങളെ കൊണ്ടാണ്. ഇത് മഹാനായിരിക്കുന്ന പ്രവാചകന്റെ തുല്യതയില്ലാത്ത ഒരു പ്രബോധനം. അൻസാർ മുഹാജിറും നായിസകലവും പതുക്കത്തോടെ വൃത്തത്തിൽ ചാരുത ചരിതത്തിൻ കസവായി തേനൂറുമിതളായി ചിരകാലക്കുടരായി. ഈ രൂപത്തിലൊക്കെ ജനങ്ങളെ ഈ രൂപത്തിലൊക്കെ മാറ്റിയെടുക്കുകയും അങ്ങനെ മഹാനായിരിക്കുന്ന പ്രവാചകൻ 23 ആണ്ട് ഇതിഹാസങ്ങൾ കൊണ്ട് ഇമവെട്ടാദുഷ്യരായി 23 വർഷത്തോളം പ്രബോധനം ചെയ്തുകൊണ്ട് ഈ ലോകത്തോട് പറഞ്ഞു വല്ലോ വാക്കുമൾ തീർക്കും ദീനക്കും വാത്തുമം തോരയ്ക്കും ഞാഴ്മത്തീ ഇസ്ലാമദീന. ഈ ദിവസത്തിൽ ഞാനിതാ ഈ പരിശുദ്ധമായിരിക്കുന്ന ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഈ ദിശരാമതം നിങ്ങളുടെ മതമായിക്കൊണ്ട് ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ദീനിനെ പൂർത്തിയാക്കിയതിനു ശേഷം ഈ ലോകത്തോട് അല്ലാഹുവിന്റെ റസൂൽ വിട പറയുകയാണ്. മഹാനായിരിക്കുന്ന പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ വിട പറഞ്ഞപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അവിടെ എന്ത് സംഭവിച്ചു? 23 ആണ്ട് ഇതിഹാസങ്ങൾ കൊണ്ട് ഇമവെട്ടാവിഷരായി ചൈതന്യമേകിയ നൂറിന്റെ ഒളിമങ്ങിപ്പോയപ്പോൾ ഈനത്തിന് ഗുണം പോയി. സ്വാഭാവികമായിക്കൊണ്ട് മഹാനായിരിക്കുന്ന പ്രവാചകൻ ഈ ലോകത്തോട് കൺമറഞ്ഞപ്പോൾ, ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ ആ പ്രവാചകൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിന്റെ ആ ഒരു തനിമ എന്തു പറഞ്ഞാലും പിന്നീടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. അങ്ങനെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുകയാണ്. എന്നാൽ ആരായിരുന്നു മഹാനായിരിക്കുന്ന പ്രവാചകന്റെ ശേഷം ഈ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്? നമുക്കൊക്കെ അറിയാലോ. മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്തു പറയാൻ ശിരമറിയാനായി വെയ്ത്തു വളഞ്ഞവർ തരിമണലാലേ അന്തരക്ഷണമതിപോത്ത് സൗദ ഗുഹ പോങ്ങിയ ഗുണമണി തൂവേ നിഴലില്ലാ നബിക്കൊരു നിഴലായി നീങ്ങിയ സിദ്ദിഖ് ചുവടടിയായി നബി തുരുത്താഹ കൺമറഞ്ഞപ്പോൾ പിൻകണിയായി സഹബർ നിറമനസോടെ ബൈഅത്ത് ചെയ്ത് ഖലീഫയുമായി തിരുനബിയെല്ലാം തൊരുത്തണ്ടും വേണ്ട തരമിതിൽ കണക്കൊന്നും തീർക്കാതെ പോണ്ട തുടങ്ങി സക്കാത്ത് നിഷേധമൊക്കെയുള്ള പ്രവാചകതയില്ല പലവിധ ശിഥിലതക്കിടയിലെ പെടുന്ന ഖലീഫ നിൽപ്പുഹാല സടകുടഞ്ഞുടനടി പടയണി തീർത്ത് സത്യത്തിൻ കോട്ടയ്ക്ക് കാവലും ചേർത്ത് ദേശപദീനൊന്നാക്കി തിരിഞ്ഞവർ പല വഴി വീട്ട് അതിലുണ്ട് ഈ കിരീടത്തിൽ നായകനായ മാമയിലുണ്ട്
എന്തു പറയാൻ ശിരമരിയാനായി പെയ്ത്തു വളഞ്ഞവർ കരിമണലാലെ അന്തരക്ഷണമതിപോത്ത് സൗകര്യ ഗുണമണി പൂവേ. മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം അവിടെ ഒന്നാം ഖലീഫയായി കൊണ്ട് ഏറ്റെടുത്തിരിക്കുന്നത് മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം. മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നത് മഹാനായിരിക്കുന്ന പ്രവാചകനോട് കൂടെ തന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം ചെലവഴിച്ച മഹാനാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും ബാക്കിയുള്ള മുഅ്മിനീങ്ങളുടെ ഈമാൻ മുഴുവനും ഒരു തട്ടിലും വെച്ചാൽ മഹാനായിരിക്കുന്ന സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ മുൻതൂക്കം നിൽക്കുമെന്ന് പറയുമ്പോൾ എന്തായിരുന്നു മഹാനായിരിക്കുന്ന പ്രവാചക സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത്രമാത്രം ഇബാദത്തെടുത്തത്, ഈ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും എടുത്തതിനേക്കാൾ ഇബാദത്തെടുത്തു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഒരു കാരണവശാലും നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ ഈ ലോകത്ത് മുഅ്മിനീങ്ങളെല്ലാം നോറ്റ നോമ്പിനേക്കാൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നോമ്പനുഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയുള്ള മഹാനായിരിക്കുന്ന പ്രവാചക സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പിന്നെ എങ്ങനെയാണ് അവിടുത്തെ ഈമാൻ ഒരു തട്ടിലും മഹാനായിരിക്കുന്ന സിദ്ദീഖ് ഉമർ ഫാറൂഖ് അടക്കമുള്ള മറ്റുള്ള എല്ലാവരുടെയും ഈമാൻ മറുതട്ടിലും വെച്ചാൽ പ്രവാചകന്മാരുടെ ഒഴികെയുള്ള ഈമാൻ മറുതട്ടിലും വെച്ചാൽ എങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ മുൻതൂക്കം നിൽക്കുന്നത്? അത് മഹാനായിരിക്കുന്ന പ്രവാചകനോടുള്ള ആ ആദരവോടുകൂടെ ആ സാമീപ്യം തന്നെ അയാൾ സുഹൃത്തായിരുന്നു. അങ്ങനെയുള്ള മഹാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കുവാൻ വേണ്ടി തന്റെ വീട് വളഞ്ഞതായിരിക്കുന്ന സമയത്ത് മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട് വളഞ്ഞതായിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു പിടി മണ്ണെടുത്ത് വാരിയിട്ട് ശത്രുക്കളുടെ മുഖത്തേക്ക് എറിയുകയും അവിടെ നിന്നുകൊണ്ട് മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടെ ഹിറാ ഗുഹയിൽ പോയിക്കൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിൽക്കുകയും ആ ഗുഹാമുഖത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നുകൊണ്ട് മഹാനായിരിക്കുന്ന പ്രവാചകനോട് പറയുന്നു, പ്രവാചകനെ ഞാൻ മുമ്പ് കടക്കാൻ ഞാൻ ആദ്യമായി കൊണ്ട് പോയി നോക്കട്ടെ, എന്തെങ്കിലും വിഷജന്തുക്കളോ മറ്റോ അവിടെ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും വിഷജന്തുക്കളോ മറ്റോ അവിടെ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിടക്കാം, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഒരു അബൂബക്കറെ പോകുന്നു, ഒരു അബൂബക്കർ മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. പക്ഷേ മഹാനായിരിക്കുന്ന പ്രവാചകരെ അവിടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അവിടത്തേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രസ്ഥാനമാണ് നബിയെ നശിക്കുന്നത്, ഒരു ദീനാണ് നബിയെ നശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമായി കൊണ്ട് കടന്നു നോക്കാം എന്ന് പറയുകയും മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു തആല ആദ്യമായി കടന്നതിന് ശേഷം അവിടുത്തെ മടിയിൽ വെച്ച് തലവെച്ചുകൊണ്ട് കിടക്കുകയും അങ്ങനെ കടന്നതായിരിക്കുന്ന സമയത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള പ്രവാചകനെ സ്നേഹിച്ച അവിടുന്ന് മഹാനായിരിക്കുന്ന പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്നതായിരിക്കുന്ന സമയത്ത് അങ്ങേയറ്റം വിഷമിച്ച് മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങേയറ്റം വിഷമിച്ചതായിരിക്കുന്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അവിടുത്തെ വിഷമം എത്ര മാത്രമാണ് എന്ന് ആയിഷ ബീവിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുകയാണ്, എന്റെ ഉപ്പ അല്ലാഹുവിന്റെ റസൂലും വഫാത്തായതിനു ശേഷം ഓരോ ദിവസവും ഉരുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. എന്റെ ഉപ്പ അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം ഓരോ ദിവസവും ഉരുകിയും കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ മഹാനായിരിക്കുന്ന പ്രവാചകൻ വഫാത്തായ ദുഃഖം ഒരു ഭാഗത്ത്, അതോടുകൂടെ തന്നെ മുഅ്മിനീങ്ങൾ തന്നെ രണ്ട് തട്ടിലായിപ്പോയി. ചില ആളുകൾ പറയും, അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുമ്പോഴല്ലേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ, ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സക്കാത്ത് നിഷേധിക്കാൻ വന്ന നിഷേധികളായിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഇങ്ങനെ അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ മഹാനായിരിക്കുന്ന ഉമർ ഫാറൂഖ് അടക്കമുള്ള ആളുകളെ എതിർക്കുകയാണ്. മഹാനായിരിക്കുന്ന ഉമർ ഫാറൂഖ് ചോദിക്കുന്നു, നബി മഹാനായിരിക്കുന്ന സിദ്ദീഖ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ, ഇപ്പോൾ തന്നെ നമ്മൾ അവരോടൊരു യുദ്ധം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കണോ എന്ന് ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുന്ന ഉമർ ഫാറൂഖ് അടക്കമുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു ഘട്ടം. ഇങ്ങനെയുള്ള ഈ ഘട്ടത്തിൽ എന്താണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്തത്? അവിടെ ശാന്ത സ്വഭാവക്കാരനായ പൊതുവെ ശാന്തനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ ശാന്തനായിരിക്കുന്ന സമയം അല്ല. ഇവിടെ നമുക്കൊക്കെ സ്ഥാനങ്ങളുണ്ട്.
എല്ലാ സമയത്തും എത്ര സൽസ്വഭാവിയാണ് എങ്കിലും സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ട സമയത്ത്, സത്യങ്ങൾ വിളിച്ചു പറയേണ്ട സമയത്ത് അത് മറ്റാരെയും പേടിക്കാതെ വിളിച്ച് പറയുക തന്നെ വേണം. നേരിടേണ്ട സ്ഥലത്ത് നേരിടുക തന്നെ വേണം. ഇതാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല പഠിപ്പിക്കുന്നത്. എന്താണ് സിദ്ദീഖ് ചെയ്തത്? സടകുടഞ്ഞുടഞ്ഞടി പടയണ്ടി തീർത്ത് സത്യത്തിൻ കൂട്ടയ്ക്ക് കാവലും ചേർത്ത് ജയിഷെ പതിനൊന്നാക്കി തിരിഞ്ഞവർ പല വഴി വീട്ട് അതിലുണ്ട് ഈ കിരീമത്ത് നായകനായ മാമയിലുണ്ട്. 11 വിഭാഗമായി കൊണ്ട് തന്റെ സൈന്യത്തിനെ വിഭജിക്കുകയാണ്. അങ്ങനെ 11 വിഭാഗമായിട്ട് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളിലുള്ള സ്ഥലത്തേക്കൊക്കെ ഓരോ നായകന്മാരുടെ കീഴിലായിക്കൊണ്ട്, ഓരോ നേതാക്കന്മാരുടെ കീഴിലായിക്കൊണ്ട്, ഓരോ പടനായകന്മാരുടെ കീഴിലായിക്കൊണ്ട് ഈ 11 സ്ഥലത്തേക്ക് മഹാനാർക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 11 വിഭാഗം ആളുകൾ ഇരിക്കുന്നു. അതിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഇക്രിമ ബിൻ അബൂ ജാഹിൽ, ഇക്രിമയുടെ റളിയല്ലാഹു തആല അൻഹുവിന്റെ കീഴിലായിക്കൊണ്ട് യമാമയിൽ ഉണ്ട്. അവിടെ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു മക്ക ഫതഹിന്റെ അന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. ഇസ്ലാമിനെതിരെ കഠിനമായിക്കൊണ്ട് തന്റെ പിതാവിനെ പോലെ തന്നെ കഠിനമായിക്കൊണ്ട് എതിർത്തുവെങ്കിലും ഇക്രിമ റളിയല്ലാഹു തആല അൻഹു മക്ക ഫതഹിന്റെ അന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അങ്ങനെ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു യമാമിലേക്ക് പോയായിരിക്കുന്ന സമയത്ത് ശുറഹിബീൽ ബിൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സൈന്യം വരുന്നതുവരെ കാത്തു നിൽക്കാൻ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ കൽപ്പന അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കാരണം അദ്ദേഹം അത് സ്വീകരിച്ചില്ല. ധിക്കരിക്കുക എന്നുള്ള രൂപത്തിലല്ല, പക്ഷേ അവിടെ അതിന്റെ ആവശ്യമില്ല, ഒരു പ്രത്യേകമായിരിക്കുന്ന സൈന്യത്തിന്റെ ആവശ്യം അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ഈ വിഭാഗം ആള് ശുറഹ്ബീൽ ബിൻ ഹസന എന്നവരുടെ നേതൃത്വത്തിലുള്ള ആ സൈന്യത്തെ കാത്തു നിൽക്കാതെ ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു തആല അൻഹു യമാമയിലേക്ക് പോയി. അവിടെ സത്യത്തിൽ അടിപതറുകയാണ് ഉണ്ടായത്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇക്രിമ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നേതൃത്വത്തെ ധിക്കരിക്കുമ്പോൾ അത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതാവട്ടെ നിരക്കാത്തതാവട്ടെ, നേതൃത്വം പറയുന്നത് അനുസരിക്കാതെ വന്നാൽ അവിടെ സംഭവിക്കുന്ന ചില സംഭവങ്ങളാണ് ഉഹദ് യുദ്ധത്തിലും സംഭവിച്ചത്. അത് തന്നെയാണ് മഹാനായിരിക്കുന്ന പ്രവാചകൻ ഈ ജബൽ റുമാത്തി എന്ന് പറയുന്ന കുന്നിൽ നിന്ന് എന്റെ കൽപ്പന കിട്ടാതെ നിങ്ങൾ ആരും ഇറങ്ങാൻ പാടില്ല എന്ന് പറയുകയും അങ്ങനെ ആ താഴെ യുദ്ധം തീർന്നു എന്ന് കണ്ടപ്പോൾ ഗനീമത്ത് സ്വത്ത് വാരിക്കൂട്ടുന്ന രംഗം കാണുമ്പോൾ യുദ്ധം തീർന്നല്ലോ, ഇനി എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും സഹാബത്ത് 38ഓളം സഹാബത്ത് താഴെ ഇറങ്ങിയതാണല്ലോ പ്രശ്നങ്ങളുണ്ടായത്. അന്നും സത്യത്തിൽ ഇതിൽ ബാക്കിൽ കൂടെ വന്ന് ആക്രമിച്ച ആള് ഈ ഖാലിദ് ബിൻ വലീദായിരുന്നു. എന്നാൽ അവിടെ ആ യുദ്ധം പരാജയപ്പെടാനുണ്ടായ കാരണം, ഉഹദ് യുദ്ധം വിജയിക്കാതിരിക്കാനുണ്ടായ കാരണം, പരാജയപ്പെടുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു പക്ഷേ അത് വിജയിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നതായിരിക്കും. പരാജയപ്പെടുക എന്ന് പറയുമ്പോൾ ശത്രുക്കൾ വിജയിക്കണം, ശത്രുക്കൾ അവിടെ വിജയിച്ചിട്ടില്ല. ശത്രുക്കൾ വിജയിക്കണമെങ്കിൽ ഒന്നിരിക്കലും മഹാനായിരിക്കുന്ന പ്രവാചകനെയോ അല്ലെങ്കിൽ തത്തുല്യമായിരിക്കുന്ന ആരെയെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യുവാനോ കൊല്ലുവാനോ കഴിയേണ്ടതായിരുന്നു. അതൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് വിജയം അവിടെ അവകാശപ്പെടാനില്ല, പക്ഷേ മുസ്ലിങ്ങൾക്ക് വിജയം അവകാശപ്പെടാനില്ല. പരാജയം സംഭവിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവിടെ വിജയം ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരിക്കാം. ഏതായാലും മഹാനായിരിക്കുന്ന പ്രവാചകന്റെ ആ വാക്കുകൾക്ക് അനുസരിച്ചുകൊണ്ട് സഹാബത്ത് നിൽക്കാത്ത കാരണത്താൽ അവിടെ പരാജയം സംഭവിച്ചു എങ്കിൽ ഇവിടെ ഇക്രിമ റളിയല്ലാഹു തആല അൻഹുവിനും സംഭവിച്ചത് അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കുകൾ അദ്ദേഹം മുഖവിലക്കെടുത്തില്ല. ആത്മവിശ്വാസം കാരണം അതിന്റെ മുമ്പ് കഴിഞ്ഞ യുദ്ധങ്ങളിലൊന്നും സൈന്യങ്ങൾ ഉണ്ടായിട്ടല്ലല്ലോ വിജയിച്ചത് എന്നുള്ള ഒരു ധാരണയായിരിക്കാം അദ്ദേഹത്തിന് ആ രൂപത്തിൽ ചിന്തിക്കാൻ കാരണം. എന്തായാലും അവിടെ അദ്ദേഹത്തിന്റെ അടിപതറി എന്നുള്ളതാണ് സത്യം. ഏതായാലും അവിടെ 11 വിഭാഗം ആയിക്കൊണ്ട് മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആളുകളെ നിശ്ചയിക്കുകയും നമ്മൾ ഉഹദിന്റെ ചരിത്രം പറഞ്ഞു. ആ ഉഹദിന്റെ ചരിത്രം പറഞ്ഞ സ്ഥലത്ത് ഉഹദുമായി കൊണ്ട് ഈ യുദ്ധത്തിന് യമാമ യുദ്ധത്തിന് ചില ബന്ധങ്ങളുണ്ട്. അത് ഉഹദിന്റെ കഥയോർത്താൽ വിങ്ങാത്ത കൽബുണ്ടോ, ഉള്ളം ഉരുകാത്ത മനുഷ്യരുണ്ടോ.
ഉശിര് ആസദുള്ള ഹംസത്തുൽ കർറാറിൻ ഉടൽ കീഴി കരൽ പറിച്ചതോർമ്മയുണ്ടോ? ഹംസത്തോരെ കാരൽ ഹിന്ദു ചാവയ്ക്കുന്നു, റസൂലിന്റെ കണ്ണ് നീറയുന്നു, ചതിയിൽ സഹാബത്ത് വെട്ടേറ്റ് വീഴുന്നു, ഉഹുദ് മല മനത്താൽ താല താഴ്ത്തുന്നു. തന്ത്രപ്രധാനമാണ് കുന്നിൻ പടയണി, തിരുതാഹ നിറുത്തിയിട്ടോതിയാണോ മണി. തെറ്റാതെ നിൽക്കണം എത്തുവോളം വിളി, തെറ്റിച്ചതാലെന്ന് വന്നല്ലോ വിധി. യുദ്ധം കഴിഞ്ഞെന്ന് കരുതി ഗനീമത്ത് വരുവനാ കൂട്ടം ഇറങ്ങിയിടുന്നു. ചതിയിൽ വഹീശിയ പരമോടൻ ചാട്ടുളി ചിട്ടപ്പെടുത്തിയത് തൊടുത്തിടുന്നു. ചെഞ്ചോറിയാൽ ഉഹുദ് ചുവന്ന് വന്നു. ഉഹുദ് യുദ്ധം, ആ ഉഹുദ് യുദ്ധത്തിലാണ് മഹാനായിരിക്കുന്ന പ്രവാചകന്റെ ഈ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് അത് മുഖമേലിക്കെടുക്കാതെ സഹാബത്ത് താഴെ ഇറങ്ങിയത്. എന്നാൽ ഈ സമയത്ത് ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹുവിനെ വഹശി ചാട്ടുളി ഉപയോഗിച്ചുകൊണ്ട് കൊല്ലുകയാണ്. വഹശിക്ക് ഇവിടെ സത്യത്തിൽ ഒരു നിലയിലും ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രത്യേകമായി കൊണ്ട് ഒരു ദേഷ്യവും അവിടെയില്ല, ഒരു ദേഷ്യവും അവിടെയില്ല. വഹശിക്ക് വേണ്ടത് തന്റെ അടിമത്ത മോചനം ആണ്. അതിനുവേണ്ടിയാണ് സത്യത്തില് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊലപ്പെടുത്തുന്നത്. എന്നാൽ ഈ വഹശി തന്നെയാണ് ഈ യുദ്ധത്തിൽ ഒരു നായകനായി വരുന്നതും. ഈ വഹശി തന്നെയാണ് മഹാനായിരിക്കുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ക്രൂരമായിരിക്കുന്ന രൂപത്തിൽ കൊലപ്പെടുത്തിയതൊക്കെ നമുക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും പൊട്ടിക്കരഞ്ഞൊരു സമയമാണ് ഉഹുദ് യുദ്ധം. മഹാനായിരിക്കുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കഷ്ണം കഷ്ണമായി കൊണ്ട് വധിക്കുകയും കരലെടുത്ത് ചവച്ച് തുപ്പുകയും ചെയ്തതും, പിന്നീട് വഹശി വന്നപ്പോൾ വഹശി എന്റെ മുന്നിലേക്ക് വരരുത്, എനിക്കെന്റെ ഹംസയെ ഓർമ്മ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പിൽ നിന്ന് മാറി നിൽക്കാൻ വരെ മഹാനായിരിക്കുന്ന പ്രവാചകൻ പറഞ്ഞു എങ്കിൽ അത്രമാത്രം വിഷമം അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും യമാമയിൽ നിന്ന് മദീനയെ ലക്ഷ്യം വിട്ടുകൊണ്ട് ഒരു വിഭാഗം കാഫിലക്കാർ വരികയാണ്. മദീനയെ ലക്ഷ്യമിട്ട് കാഫിലകൾ പുറപ്പെട്ട് മരുഭൂമിക്കുത്സവമായി നീലെ മുത്തോളി ഹാലിറത്തിലെത്തി ദീനിലാണ് ചേരാൻ കൊതിയോടെ പുറപ്പെട്ട് ഒട്ടക സംഘങ്ങൾ വരുന്നുണ്ട്. ഇടയ്ക്കിടെ തമ്പടിച്ച് പാട്ടും പാടി രസിച്ച് ഇമ്പത്തൂവെ കാണാനുള്ള കൊതിയുള്ളിൽ നിറച്ച് ഇരുപകലേറെ കാതം താണ്ടി അവർ ക്ലേശിച്ച് ലക്ഷ്യത്തിൽ ചിലരെത്തി, ചിലർക്കോ ലക്ഷണക്കേടെത്തി. മദീനയെ ലക്ഷ്യമിട്ട് കാഫിലകൾ പുറപ്പെട്ട് മരുഭൂമിക്കുത്സവമായി നീലെ മുത്തോളി ഹാലിറത്തിലെത്തി ദീനിലണി ചേരാൻ കൊതിയോടെ പുറപ്പെട്ട് ഒട്ടക സംഘങ്ങൾ വരുന്നുണ്ട്. യമമയിൽ നിന്ന് വന്ന മുസൈലിമന്റെ അകത്ത് പുതിയൊരു പുതിമല്ലേ മറ നീക്കി പുറത്ത് പ്രവാചകനായി തന്നെ അറിയണം പുറത്ത്. മോഹങ്ങൾ തീരത്തല്ലി പക്ഷേ നബിയുള്ള അത് തള്ളി. യമമയിൽ നിന്ന് വന്ന മുസൈലിമന്റെ അകത്ത് പുതിയൊരു പുതിമല്ലേ മറ നീക്കി പുറത്ത് പ്രവാചകനായി തന്നെ അറിയണം പുറത്ത്. മോഹങ്ങൾ തീരത്തല്ലി പക്ഷേ നബിയുള്ള അത് തള്ളി. പ്രതികാരത്തിനൊരുങ്ങി മുസൈലിമ തിരിഞ്ഞ് പലരെയും പണം കൊണ്ട് വില കൊടുത്തെടുത്ത് പ്രവാചകനായി സ്വയം പ്രഖ്യാപിച്ച് കരുത്ത്. സ്നേഹം ഹലാലാക്കി പുതിയൊരു ഗുണ്ടട്ടി ഉണ്ടാക്കി.
കെണിക്കാണ്ടി പേട്ടാതെന്ന് ചേരുത്തെന്ന് ചിലര് സുമമയെ പോലെയുള്ള സംസ്കൃത ചിത്തര് കൊടുങ്കാറ്റിൽ പതറാതെ കൊടി പിടിച്ചവര് അൻഹുമുറലിയല്ലാവർക്കൊപ്പം ഞങ്ങളെ ചേർക്കല്ല. മദീനയെ ലക്ഷ്യമിട്ട് കാഫിലകൾ പുറപ്പെട്ടു മരുഭൂമിക്കുത്സവമായി നീലെ മുത്തോളി ഹാദിറത്തിലെത്തി ദീനിലണി ചേരാൻ കൊടിയോടെ പുറപ്പെട്ട് ഒട്ടക സംഘങ്ങൾ വരുന്നുണ്ട്. ഹിജ്റ 9-ാം വർഷം. ഹിജ്റ 9-ാമത്തെ വർഷത്തിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂട്ടമായിക്കൊണ്ട് ജനങ്ങൾ പ്രവഹിക്കാൻ തുടങ്ങി. മദീനയിൽ നിന്ന് ഒന്നിനു പിറകെ ഒന്നായിക്കൊണ്ട് സംഘങ്ങൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വന്ന ആളുകളൊക്കെ ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ബനൂ ഹനീഫ ഗോത്രക്കാർ മദീനയിലെത്തി. നജിദില് യമാമയിലെ ഏറ്റവും വലിയ ഗോത്രക്കാരാണ് ഈ ബനൂ ഹനീഫ ഗോത്രക്കാർ. ആ ബനൂ ഹനീഫ ഗോത്രത്തിൽപ്പെട്ട ആളാണ് മുസൈലിമത്തുൽ കദ്ദാബ്. അതിൽ 17 പേരുണ്ട്. മുസൈലിമ അടക്കം 17 ആളുകളുണ്ട്. അങ്ങനെ അവർ വന്ന് മദീനയിൽ അവരുടെ പരിചയക്കാരായ ഒരു അൻസാരുടെ വീട്ടിൽ താമസിച്ചു. പിറ്റേന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തി. സത്യസാക്ഷ്യം ചൊല്ലി അവരൊക്കെ മുസ്ലിമായി. എന്നാൽ ഈ സംഘത്തിൽ മുസലിമ പോയില്ല. ഈ 17 ആളുകളുടെ കൂട്ടത്തിൽ മുസലിമ അന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് പോയില്ല. സത്യത്തിൽ അദ്ദേഹം വന്നത് മുസ്ലിമാകാൻ വേണ്ടിയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോ, മദീനയിലെത്തിയപ്പോ അദ്ദേഹത്തിന് തോന്നല്, എന്തപ്പോ ഞാനും നബിയായാൽ എന്താണ്, ഞാനവിടെ നബിയായാൽ എന്താണെന്നൊരു തോന്നണം അദ്ദേഹത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊന്നും അറിയില്ല. നബി തങ്ങൾ എന്ത് ചെയ്തു? ബനൂ ഹനീഫ ഗോത്രക്കാർ എന്ന് പറയുന്നത് യമാമയിലെ ഏറ്റവും ഉന്നത ഗോത്രക്കാരാണ്. മാത്രമല്ല ഈ യമാമ എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണ ഇസ്ലാമിന് ഏറ്റവും അനുയോജ്യമാകുമെന്നും ഏറ്റവും നന്നാകുമെന്നും മനസ്സിലാക്കിയ മഹാനായ പ്രവാചകൻ എന്ത് ചെയ്തു? മുസൈലിമ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ മുസൈലിമയെ ഒന്ന് അങ്ങോട്ട് പോയി കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവിടെ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസൈലിമയെ കാണാൻ തന്നെ തീരുമാനിച്ചു. നബി തങ്ങൾ പുറപ്പെട്ടു. സാദിഖ് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവും കൂടെയുണ്ട്. അൻസാരുടെ വീട്ടിൽ വെച്ച് മുസൈലിമയെ കണ്ടു. നബി തങ്ങൾ കാണുകയാണ്. അങ്ങനെ മുസൈലിമ പറഞ്ഞു, അല്ല മുഹമ്മദേ, പ്രവാചകത്വം തൽക്കാലം നമുക്ക് പങ്കുവെക്കാം. നമുക്ക് തൽക്കാലം പങ്കുവെക്കാം. നിനക്ക് ശേഷം ഈ പദവി എനിക്ക് തരുന്നതായി പ്രഖ്യാപിക്കണം. നിനക്ക് ശേഷം കഴിഞ്ഞാൽ നിന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് നബി നീ എന്ന് പറയണമെന്നാണ്. അല്ലെങ്കിൽ ഒന്നിക്കൽ അങ്ങനെ, അല്ലെങ്കിൽ യമാമയുടെ പ്രവാചകനാകുവാൻ എന്നെ അനുവദിക്കണം. അല്ലെങ്കിൽ ഇജ്ജയുടെ മദീനയിലെ പ്രവാചകനായിക്കോ, ഞാൻ അവിടെ യമാമയിലെ പ്രവാചകൻ. അങ്ങനെ 2 പ്രവാചകന്മാരായിക്കോട്ടെ. നമുക്ക് 2 സമസ്തം എന്ന് പറഞ്ഞ പോലെ 2 പ്രവാചകന്മാരായിക്കോട്ടെ. ഉസ്താദുമാരൊക്കെ ജീവിച്ചിരിക്കുമ്പോ 3 തലമുറ ഉസ്താദുമാർ ജീവിച്ചിരിക്കുമ്പോ നമുക്കും പറ്റുമല്ലോ ഇതൊന്നും പറഞ്ഞിട്ട് കയറിയിരുന്നത് പോലെ, അല്ലേ? നമുക്കും പറ്റുമല്ലോ. ഞാനാണ് സെക്രട്ടറി, ഞാനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് കയറിയിരുന്നത് പോലെ ഇജ്ജവിടെ മദീനയിലെ പ്രവാചകൻ. അപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആ പഴയ സമസ്തന്റെ പ്രസിഡന്റ് ആയിക്കോട്ടെ, ഞാൻ പുതിയ സമസ്തന്റെ പ്രസിഡന്റ്, അല്ലേ? അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ മഹാനായിരിക്കുന്ന പ്രവാചകനോട് പറയുന്നു, നീ മദീനയിലെ പ്രവാചകൻ, ഞാൻ യമാമയിലെ പ്രവാചകൻ. ഇങ്ങനെ 2 പ്രവാചകന്മാരായിക്കോട്ടെ. ഇത് കേട്ടതായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം വിവർണമായി. മഹാനായിരിക്കുന്ന പ്രവാചകൻ കോപം കൊണ്ട് കണ്ണ് ചുവന്നു. എന്നിട്ട് അപ്പോൾ തന്റെ കയ്യിൽ ഒരു ചുള്ളിക്കമ്പുണ്ടായിരുന്നു, ചെറിയൊരു കമ്പ്. ആ കമ്പ് എടുത്തിട്ട് ആക്രോശിച്ചുകൊണ്ട് വളരെയധികം രോഷാകുലനകളെ കൊണ്ട് പറയുകയാണ്, നീ ഇത് ആവശ്യപ്പെട്ടാൽ പോലും, അതായത് ഈ ചുള്ളിക്കൊമ്പ് ആവശ്യപ്പെട്ടാൽ ഒന്നിനും പറ്റാത്ത ഈ ചുള്ളിക്കൊമ്പുണ്ടല്ലോ, ഒരു ചെറിയ കഷ്ണം വിറകിന്റെ കൊമ്പ്, ഇത് ആവശ്യപ്പെട്ടാൽ പോലും ഞാനിത് തരൂലാന്ന്. നടക്കൂല പരിപാടിയാണ്. പ്രവാചകന്റെ മാതൃക അതാണ്. നീ ഈ എന്റെ കയ്യിലിരിക്കുന്ന ചുള്ളിക്കൊമ്പ് ആവശ്യപ്പെട്ടാൽ പോലും ഞാനത് തരില്ല മോനെ. എന്നാലേ ഇതാണ് കേട്ടതോടുകൂടെ മുസൈലിമക്ക് ദേഷ്യം വന്നല്ലോ.
പ്രതികാരത്തിനൊരുങ്ങി മുസൈലിമ തിരിഞ്ഞ് പലരെയും പണം കൊണ്ട് വില കൊടുത്തെടുത്ത് പ്രവാചകനായി സ്വയം പ്രഖ്യാപിച്ചു കരുത്ത് ദിനസംഭം ഹലാലാക്കി പുതിയൊരു ഗുണ്ടട്ടീമുണ്ടാക്കി. അങ്ങനെ മുസ്ലിംക്ക് വാശിയായി. എന്ത് ചെയ്തു? അങ്ങനെ ഞാന് മുഹമ്മദിനൊരു പാഠം പഠിപ്പിക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഞാൻ പ്രവാചകനാണ് എന്ന് സ്വയം അവിടെ പ്രഖ്യാപിച്ചു. എനിക്കും വെളിപാടുണ്ടാകുന്നുണ്ട്, എനിക്കും വഹി വരുന്നുണ്ട്, എനിക്കും വേഗം ഉണ്ടാകുന്നുണ്ട്, ഗ്രന്ഥം എന്റെ കയ്യിലുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രഖ്യാപിക്കാൻ തുടങ്ങി. ഞാൻ യമാമയിലെ പ്രവാചകനാണ്, റബീഅ വംശത്തിന്റെ പ്രവാചകനാണ്, മുഹമ്മദും പ്രവാചകനാണ്, ഹിജാസിന്റെ പ്രവാചകനാണ്, മുദറ വംശത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ്. നല്ല ഐഡിയാണ് എടുത്തത്. മഹാനാർക്കുന്ന പ്രവാചകന്റെ പ്രവാചകത്വം നിഷേധിക്കാതെ തന്നെ തന്റെ പ്രവാചകത്വം പ്രഖ്യാപിക്കുകയാണ് മുസ്ലിമ ചെയ്തത്. സത്യത്തിൽ ഇവിടെ മുസ്ലിമ വിജയിച്ചു ഈ കാര്യത്തിൽ. കാരണം ജനങ്ങൾ മുസൈലമയെ പിന്തുടരാൻ തുടങ്ങി. മുസൈലിമ യമാമയിൽ അംഗീകരിക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ നാട്ടിൽ അത് അംഗീകരിക്കപ്പെട്ടു. അതിനൊന്ന് മുസൈലിമ വളരെ വാചാലനായിരുന്നു. ഈ പറയുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പലതിനോടും ഇത് ചേർത്ത് വായിക്കാൻ തോന്നുകയാണ്. മുസൈലിമ നല്ല വാചാലതയുള്ള പ്രാസംഗികനായിരുന്നു, നല്ല സാഹിത്യ ശേഷിയുള്ള നല്ലൊരു ഗാംഭീര്യമുള്ള പ്രാസംഗികനായിരുന്നു. ജനങ്ങളെ കയ്യിലെടുത്ത് പ്രസംഗിക്കാനുള്ള വലിയൊരു കഴിവുള്ള ആള്. അതുപോലെ തന്നെ എന്ത് കള്ളം പറഞ്ഞാലും അത് വിശ്വസിപ്പിക്കാൻ ഉള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റൊന്ന് സാമ്പത്തികമായ പിൻബലം, സാമ്പത്തികമായിരിക്കുന്ന പിൻബലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വേണ്ടപ്പെട്ട എല്ലാ ആളുകളെയും അതുകൊണ്ട് അദ്ദേഹം വിലക്ക് വാങ്ങി. പണത്തിന് വീഴുന്ന ആളുകളൊക്കെ പണം കൊടുത്ത് അദ്ദേഹം വാങ്ങി. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പോയിന്റ്. ഇത് വലിയൊരു തന്ത്രമാണ്. അപ്പോ ഈ നിഷ്കളങ്കരായിരിക്കുന്ന മുസ്ലിങ്ങൾ വരെ കബളിപ്പിച്ച് ഒപ്പം നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ മറ്റേ പ്രവാചകൻ തന്നെയാണ്, ആര് പറഞ്ഞ പ്രവാചകനല്ലാണ്, മുഹമ്മദ് പ്രവാചകൻ തന്നെയാണ്. പക്ഷെ പ്രവാചകനവിടെ ഇവിടെ പ്രവാചകൻ മുതറിലെ പ്രവാചകനാണ്, അതായത് മദീനയിലെ പ്രവാചകനാണ്, ഹിജാസിലെ പ്രവാചകനാണ്. മനസ്സിലായോ? അല്ലാതെ ഞാൻ യമാമയിലെ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് അപ്പൊ ഈ പാവപ്പെട്ട ആളുകളൊക്കെ അത് സത്യമാണ് എന്ന് വിചാരിച്ചു. പരമ്പരാഗതമായിക്കൊണ്ട് മുദർ റബിയ ഈ വംശക്കാർ തമ്മിൽ നിലനിന്നിരുന്ന വിദ്വേഷം തമ്മിൽ, ഈ ഗോത്രങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമാണ്. ഇപ്പോഴും തന്നെ യമനിലൊക്കെ കണ്ടിട്ടില്ല, ഈ ഗോത്രങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും. ഇവിടെ മുദർ റബിയ ഈ രണ്ട് വംശങ്ങൾ തമ്മിൽ എപ്പോഴും വിദ്വേഷം, ഇത് സമർത്ഥമായിക്കൊണ്ട് അദ്ദേഹം മുതലെടുത്തു. മുസ്ലിമ കള്ളനാണെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരാള് യമാമയിൽ വെച്ച് ഒരിക്കൽ പറയാണ്, അതായത് മുസ്ലിമ ഉറപ്പും കള്ളനാണ് അയക്കറിയാം. അദ്ദേഹം പറഞ്ഞെന്താണ്, റബീഅ വംശത്തിലെ കള്ളപ്രവാചകൻ, അതായത് മുദർ വംശത്തിലെ സത്യപ്രവാചകനായിരിക്കുന്ന മുഹമ്മദിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് റബീഅ വംശത്തിലെ കള്ളപ്രവാചകനായിരിക്കുന്ന മുസ്ലിമയെയാണ്. സത്യപ്രവാചകനായിരിക്കുന്ന മുദർ ഗോത്രക്കാരനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ റബീഅ വംശത്തിലെ കള്ളപ്രവാചകനെയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വംശാണ് പ്രശ്നം, ഗോത്രാണ് പ്രശ്നം നിർത്തും. ഇത്ര മാത്രമല്ല, മറ്റൊരു വലിയ ഓഫറും കൊടുത്തു. നല്ല ഓഫറാണ്. ഈ ഓഫർ കേട്ടാ പിന്നെ ആരാ പോവാതിരിക്കുക? വ്യഭിചാരം, മദ്യപാനം, ഇത് രണ്ടും ഹലാലാക്കി. സുഖല്ലേ? മുസ്ലിമായി ജീവിക്കും ചെയ്യാം, വ്യഭിചരിക്കും ചെയ്യാം. അപ്പൊ വ്യഭിചാരം ഹലാലാക്കി ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും കയറിക്കൂടാ, അതിന് യാതൊരു തടസ്സമല്ല. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ വീക്കൻസ് മറ്റൊന്ന് മദ്യപാനായിരുന്നു, അതും ഹലാലാക്കി. ഇത് രണ്ടും കൂടി ആയപ്പോ ജനങ്ങൾ അങ്ങോട്ട് ഒഴിക്കാൻ തുടങ്ങിയതിലേക്ക്. ഈ രണ്ട് കാര്യത്തിലായിരിക്കുമല്ലോ എപ്പോഴും ജനങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വ്യഭിചരിക്കുക, അതുപോലെ മറ്റൊന്ന് കള്ളുകുടിക്കുക. ഏതായാലും മുസ്ലിമ പ്രവാചകനായിക്കൊണ്ട് യമാമയിൽ വിരസാണ്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നിൽ പെട്ടുപോയി. എന്നാൽ നന്നായിട്ട് ഈമാൻ പൂണ്ട ആളുകൾ, ഇസ്ലാം ആശ്ലേഷിച്ച ആളുകൾ
ഈമാൻ ഹൃദയത്തിൽ ഉറച്ച ആളുകളൊന്നും ഈ കാറ്റിലും കോളിലും ഒന്നും തന്നെ പെടാതെ ഉറച്ചു നിന്നു. മഹാനായിരിക്കുന്ന സുമാമ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ആളുകൾ കള്ളനാണ്, ഇവൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല, ഇവൻ ഒരിക്കലും പ്രവാചകനല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ എല്ലാ ചതികൾക്കും എതിര് പറഞ്ഞുകൊണ്ട് തന്നെ സുമാമ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ അവനെതിരെ നിന്നു. കെണിക്കാണ്ടിപ്പെടാതെന്ന് ചെറുത്തെന്ന് ചിലര്, സുമാമയെ പോലെയുള്ള സംസ്കൃത ചിത്തര്, കൊടുങ്കാറ്റിൽ പതരാതെ കൊടി പിടിച്ചവര്, അൻഹുറളിയല്ല ഒരു കോപ്പം ഞങ്ങളെ ചേർക്കല്ല. ഇനി ഇതിന്റെ ഇടയിൽ ശരീരത്തിന്റെ ഇടത്തിൽ വരുന്നുണ്ടൊരൊരുക്ക് മനുഷ്യന്റെ കഥയായി ചേരിൽ യമാമയിൽ വിലസും കർഷക പ്രഭുവായ സുമാമത്തൻ നിഴലായി. ഇസ്ലാമിനെതിരെ കുടിലത പയറ്റി തെളിഞ്ഞവർ നിറവായി. അപ്പോൾ റസൂലിൻ സഹബോർ സുമാമയെ പിടിച്ച് മദീനയിൽ അണവായി. ഒരു ഷജറമൂരത്തിൽ കുരുക്കിട്ടുന്നവരെ സഹബത്തി വരിയുന്നു ഇടയ്ക്ക്. അതേ വഴി നടക്കും നബിയുന്ന സുമാമയും കുശലങ്ങൾ പറയുന്നു. ഒരു 3 ദിനത്തെ ഹദീസിലും അവരെ ഇസ്ലാമെ പഠിക്കുന്നു. ഒടുക്കം കുരിക്കുന്നു ഒടിഞ്ഞ് പിരിഞ്ഞവർ നടക്കുമ്പോൾ മനസ്സറത്തിരിക്കുന്നു. തടവില കഴിഞ്ഞ നാളുകളിൽ സഹബോർ കാണിച്ചുള്ളൊരു സുഖത്ത് തന്റെ മനസ്സിനെ മതിച്ചു, മധുമോദം കൊതിച്ചു വ്യഭിചാരത്തണയുന്നു. കലിമത്തിലുറച്ച് പതകയും വഹിച്ച് പതറാതെ അടിയുറച്ച് ദീനിൽ പടക്കാവിൽ പടനായി ശരീരത്തിൽ പുതിയൊരു സിറ്റവരുറപ്പിച്ച്. ആരാണ് ഈ സുമാമ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. കർഷകനാണ് സുമാമ. സുമാമ എന്ന് പറയുന്ന ആള് യമാമയിലുള്ളൊരു കർഷകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമാമയിലേക്ക് അയച്ച ഒരു സംഘം ആളുകള് സുമാമയെ കണ്ടുമുട്ടി. അങ്ങനെ സുമാമ നബിയുടെയും ഇസ്ലാമിന്റെയും കൊടിയ ശത്രുവാണ് ആ കാലഘട്ടത്തിൽ. നിരവധി ഇസ്ലാമിനെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ സുമാമ പങ്കുവഹിച്ചിട്ടുണ്ട്. സഹാബിമാരെന്ത് ചെയ്തു? സുമാമയെ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ, അതായത് മദീനയിൽ കൊണ്ടുപോയിട്ട് ആ പള്ളിയിൽ കെട്ടിയിട്ടു. നബി തങ്ങൾ സുമാമയുടെ അടുക്കൽ വന്നു, ചോദിച്ചു, സുമാമ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. സുമാമ തന്നെ ശരിയാക്കും എന്ന് വിചാരിച്ച് എന്റെ തലപ്പ പോകും എന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പുഞ്ചിരിയോടുകൂടെ സൗമ്യനായിക്കൊണ്ട് മഹാനായ പ്രവാചകൻ ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല സുമാമ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് വെച്ച്. സുമാമ ഇത് തന്നെ പരിഹസിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ രൂക്ഷമായ നോട്ടം നോക്കി. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, എന്നോട് നന്മ ചെയ്യുകയാണ് എങ്കിൽ ഞാൻ എന്നും അതിന് നന്ദിയുള്ളവനായിരിക്കും. അല്ല, എന്നെ കൊന്നാലോ നീ അതിന് പകരം ചോദിക്കപ്പെടും, ആരെങ്കിലും നിന്നെ പകരം ചോദിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുമാമ കയർത്തു. മഹാനായിരിക്കുന്ന പ്രവാചകൻ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. 2 ദിവസം കൂടെ വീണ്ടും അവിടെ കഴിച്ചുകൂട്ടി. ആ സമയത്തൊക്കെ നബി ഇതേ വാക്കിൽ ചെന്ന് എന്താ സുമാമ വിശേഷം എന്ന് ചോദിക്കും. സമയമാകുമ്പോ ഭക്ഷണം കൊടുക്കും. അദ്ദേഹത്തിന് പിന്നെ മൂത്രയിക്കാനോ അതുപോലത്തെ ഇതിലൊക്കെ പോകാനുണ്ടാകുമ്പോ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. എല്ലാ രൂപത്തിലുമുള്ള ഒരു തടവുകാരനോട് കാണിക്കേണ്ട എല്ലാവിധ മര്യാദകളും സഹാബത്തും കാണിച്ചു, നബിയും കാണിച്ചു. 3-ാമത്തെ ദിവസം സുമാമയെ മോചിപ്പിക്കാൻ വേണ്ടി മഹാനായിരിക്കുന്ന പ്രവാചകന് ഉത്തരവ് നൽകി. അങ്ങനെ സുമാമ യാതൊരു നിർബന്ധമില്ല, അദ്ദേഹത്തിന് സ്വതന്ത്രമായിക്കൊണ്ട് തന്റെ ജീനിൽ അടിയുറച്ചുകൊണ്ട് തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാം. അങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് നടക്കുമ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുകയാണ്, അല്ല പടച്ചറബ്ബേ,
ഞാൻ ഈ 3 ദിവസം ഞാൻ ഏറ്റവും ഇതുവരെ എതിർത്തിരുന്ന, ഞാൻ ഏറ്റവും വെറുക്കപ്പെട്ടിരുന്ന എന്റെ ശത്രുക്കളുടെ കയ്യിലായിരുന്നു. അവർക്ക് വേണമെങ്കിൽ എന്നെ എന്തും തന്നെ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു, അതിന്റെ ചാൻസുകൾ അവർക്കുണ്ടായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിൽ ഈ 3 ദിവസത്തിൽ അവർ എന്നോട് കാണിച്ചു കൂട്ടിയ ആ ഒരു നല്ല സ്വഭാവം, ഇതാണ് ഒരു മതം പറയുന്നത് എങ്കിൽ, ഇതിന്റെ ഉടമസ്ഥരാണ്, ഇതിന്റെ അനുയായികളാണ് എങ്കിൽ എന്തിനാണ് ഞാൻ പിന്തി നിൽക്കുന്നത്? എന്തിനാണ് ഞാൻ ഈ മതത്തിൽ നിന്ന് പിന്തി നിൽക്കുന്നതിന്റെ ആവശ്യം എന്താണ് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അംഗശുദ്ധി വരുത്തിയിട്ട് മഹാനായിരിക്കുന്ന പ്രവാചകന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ ഉറക്കിനെ ഉച്ചരിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന സുമാമ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ആവുകയാണ് ഉണ്ടായത്. ആ സുമാമ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ആളുകളെ ഒരു നിലക്കും നമ്മുടെ മുസൈലിമുക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. അവരെ തന്റെ വരുതിയിൽ നിർത്താൻ സാധിച്ചില്ല. അങ്ങനെ ഇൻഷാ അല്ലാഹ് ബാക്കി മുസൈലിമയുമായുള്ള യുദ്ധങ്ങളും മറ്റുമൊക്കെ നാളെ പറയാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളത്തോടുകൂടെ ഈ ചരിത്രം അവസാനിക്കും. നാളത്തോടുകൂടെ മുസ്ലിമയെ എങ്ങനെയാണ് വധിച്ചത് എന്നും ആരാണ് വധിച്ചത് എന്നും ഏത് രൂപത്തിലായിരുന്നു ആ യുദ്ധമൊക്കെ എന്ന് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയുവാനും കേൾക്കുവാനും സർവശക്തനാർക്കുള്ള അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.